ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഗാർഡൻ സെറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞതിൽ 3 പോർഷൻ ഉണ്ടായിരുന്നു. അതിലൊരു പോർഷനിലാണ് അന്ന് പൂച്ചെടി വെച്ചത്. അപ്പോൾ ഇനി അടുത്ത രണ്ടാമത്തെ സെക്ഷൻ, ഈ രണ്ടാമത്തെ സെക്ഷനിൽ ഞാൻ മണ്ണ് ചകിരിച്ചോറ് എല്ലാം നേരത്തെ ഫില്ല് ചെയ്തു. കാര്യം വീഡിയോ ലെങ്തി ആകുന്നത് കൊണ്ടാണ്, വേറെ ഒന്നും വിചാരിച്ചിരുന്നു. അപ്പോൾ ഇത് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ചകിരിച്ചോറ്, ചാണകപ്പൊടി, മണൽ, കുറച്ച് മണൽ. അപ്പോൾ ഇവിടെ ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അഗ്ലോണിമയാണ്. അഗ്ലോണിമ വയ്ക്കുന്നതെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ഒരു പുളിമരമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചവറും പുളിക്കായുണ്ടല്ലോ ചെറിയ, അതൊക്കെ ഇവിടെ എപ്പോഴും ഇങ്ങനെ വീഴും. അപ്പോൾ നമ്മൾ ഫ്ലവറുള്ള ചെടി വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്, ഫ്ലവറൊക്കെ. പിന്നെ ചെടിയും പെട്ടെന്ന് നശിക്കും. അപ്പോൾ അഗ്ലോണിമയാകുമ്പോൾ നമുക്ക് ആ വെച്ചിരിക്കുന്ന പരിസരം ക്ലീൻ ചെയ്യാനും ഈസിയാണ്. അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ ഫ്ലവർ ചെടിയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത വീട്ടിലൊരു പട്ടിയുണ്ട് കേട്ടോ. അത് ഫുൾ ടൈം അത് കുറച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വീഡിയോ പിടിക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് കൂടെ കാണും, ക്ഷമിക്കുക. അപ്പോൾ ഫസ്റ്റ് അഗ്ലോണിമ വന്നിട്ട് ഈ കളറാണ് ഞാൻ വയ്ക്കാൻ പോണത് കേട്ടോ. അഗ്ലോണിമ വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിൻ്റെ വേര് പൊട്ടിയെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ അത് ചട്ടിയിൽ നിന്ന് അതേപോലെ എടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. അഗ്ലോണിമ നമ്മൾ എങ്ങനെ വെച്ചാലും അത് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ അങ്ങോട്ട് ചേർത്താണ് വയ്ക്കുന്നത്. അത് വയ്ക്കുന്ന വേറൊന്നും കൊണ്ടല്ല, നമുക്കിവിടെ സൈഡിൽ ബോർഡർ സെറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഒരെണ്ണായി. അടുത്ത പ്ലാന്റ് ഇതെങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇതിൽ വേര് കുറച്ച് കൂടുതലാണ്, വേണമെങ്കിൽ കട്ട് ചെയ്ത്. കത്രിക എടുത്തില്ല, അതുകൊണ്ട് കട്ട് ചെയ്ത്. ഈ ഒരു പ്ലാന്റ് എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഒരേ ലെവലിലാണോ എന്നൊരു സംശയമാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് ഇതാണ്.
നോക്കിയേ, ഈ പ്ലാന്റ് സൂപ്പറല്ലേ? അഗ്ലോണിമ വെച്ചതിൽ വേറെ ഒരു ഉദ്ദേശമുണ്ട് കേട്ടോ. ഇവിടെ ഫാഷൻ ഫ്രൂട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ മരങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ തണൽ കിട്ടുന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ തണൽ ഓവറായി കഴിഞ്ഞാൽ ഫ്ലവറിൻ്റെ ചെടിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ബോർഡർ സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഈ പ്ലാന്റൊക്കെ നമുക്ക് ബോർഡറൊക്കെ പിടിപ്പിക്കാൻ സൂപ്പറായിരിക്കും. എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ, വെറുതെ സമയം കിട്ടാറില്ല ഇപ്പോഴുള്ള ആൾക്കാർക്ക്. നൂറ് കാര്യങ്ങളുണ്ട്. എന്നാൽ കിട്ടുന്ന ടൈമിൽ ഒരു ചെടിയായാലും നമ്മൾ വച്ച് പിടിപ്പിച്ചാലുണ്ടല്ലോ നമുക്കൊരു സന്തോഷം. ചെടി മാത്രമല്ല കേട്ടോ, പച്ചക്കറി നമ്മൾ വച്ച് പിടിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇത് നമ്മൾ വാങ്ങുന്നതിനേക്കാളും എത്രയോ ഏറെ സന്തോഷമാണെന്നറിയാം. അതിനൊക്കെ ടൈം കിട്ടുന്നവർ അതിനൊക്കെ ശ്രമിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഹാങ്ങിങ് പോട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ എപ്പീസിയ പ്ലാന്റ് അതിൽ നടുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാനത് എപ്പീസിയ എന്നാണോ പറഞ്ഞത്, അതോ വേറെ വല്ല പേര് തെറ്റിയാണോ പറഞ്ഞതെന്നൊരു ഡൗട്ടുണ്ട്. അപ്പം അങ്ങനെ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ക്ഷമിക്കണം. ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ വിട്ടുപോകും. അപ്പോൾ ചെടിയുടെ പേര് മറന്നുപോയി, അതാണ് പറ്റിയത്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുന്നേ. ബോർഡർ കാണാൻ പറ്റുന്നോട് ഡൗട്ടാണ് കേട്ടോ. കാണുന്നില്ലെങ്കിൽ ഞാൻ ഷോർട്സിൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തരുമായിരിക്കും കേട്ടോ. അത് പോയിട്ട് ഈ 3 സൈഡും നമ്മൾ ചെടി പിടിപ്പിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ കാണിക്കേണ്ടി വരും വീഡിയോ. ആ ടൈമിൽ ഞാൻ കാണിച്ചു തരാം. ഈ ബോർഡർ ഇത് കുറച്ച് താഴെ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഫുൾ വീഡിയോയിൽ ബോർഡർ കാണാൻ പറ്റില്ല. മൊബൈലിൽ എടുത്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചാലുള്ള പ്രശ്നം, മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിക്കുമ്പോഴത്തേക്കും ആ വ്യൂസ് കാണാനൊരു ലുക്ക് വരില്ല. അതാണ് കാര്യം. ഈ പ്ലാന്റിന് ഒരു പേരുണ്ട് കേട്ടോ, എനിക്ക് പേര് മറന്നുപോയി. സ്റ്റൂളിലിരുന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ശ്വാസം മുട്ടുള്ളത് കൊണ്ട് അങ്ങനെ കുനിഞ്ഞ് നിവർന്ന് വരുമ്പോഴത്തേക്ക് ഒത്തിരി പ്രാവശ്യം ആകുമ്പോൾ ശ്വാസം മുട്ട് കൂടും. അതുകൊണ്ടാണ് സ്റ്റൂളിലിരുന്ന് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഫൈനൽ വീഡിയോ കാണിച്ചു തരാൻ കിട്ടും. ഇതിൽ മൊബൈലെടുത്ത് നോക്കാം, ക്ലിയറായിട്ട് കിട്ടുമോയെന്ന് അറിയത്തില്ല.
സ്വന്തമായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്യുന്ന എൻ്റെ ഒരു വലിയ ആഗ്രഹം. പക്ഷേ എൻ്റെ വീട്ടിലിരുന്നപ്പോൾ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ അപ്പോഴത്തെ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇത് എത്രത്തോളം ഇതിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീടാണ്. ഇവിടെയും എനിക്കിത് സക്സസ് ആക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ശ്രമിക്കുന്നു കേട്ടോ. ബോർഡർ സെറ്റ് ചെയ്തു, പക്ഷേ ഈ സൈഡിലുള്ള ബോർഡർ ഉണ്ടല്ലോ അത് പിടിച്ചു കിട്ടുമെന്ന് ഡൗട്ടാണ്. എന്ന് വെച്ചാൽ എൻ്റെ തണൽ ഭാഗമാണ്, അപ്പോൾ അത് പിടിച്ചു കിട്ടാൻ സാധ്യത കുറവാണ് കേട്ടോ. എൻ്റെ കയ്യിൽ നല്ല മണ്ണും ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യൂ കാണിക്കണ്ടേ, അതുകൊണ്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ, കുറച്ചൊന്ന് ക്ലീൻ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു ഫൈനൽ വ്യൂ കാണിച്ചു തരാൻ പറ്റൂ. ഇതിവിടെ കറക്റ്റ് ഇരിക്കുന്നില്ല കേട്ടോ. മടങ്ങി വീഴും, പിന്നീട് ശരിയാക്കാം. ഇപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യാൻ കുറച്ച് കഷ്ടമാണ് കേട്ടോ. സെറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന സന്തോഷം അങ്ങനെ. ഇവിടെ ഇനി ഒരാണി അടിച്ചു വെച്ചാൽ ഒരു പക്ഷേ ഇത് ക്ലിയർ ആയിട്ട് ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇനി ഒരു പോർഷൻ കൂടെ ഉണ്ട്, അത് ഞാൻ പിന്നെ ചെയ്യാം. ഫൈനൽ ലുക്ക് വന്നിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ. കാണാൻ കഴിയുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തത് ഇതാണ്. പിടിക്കാനും പറ്റുന്നില്ല, കണ്ടോ? ആ ഒരു വ്യൂ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ ഷോർട്സിൽ എടുത്തു തരാം കേട്ടോ. ഇതാണ് അഗ്ലോണിമ വെച്ചിട്ട് സൈഡിൽ കണ്ടോ, അരയില പോലെ ചെറിയൊരായിട്ട്. അത് ആ പ്ലാന്റിൻ്റെ പേരറിയില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ, ബൈ.